ഹാൽ ലിൻസെ. ഹാൽ ലിൻസെ ഒരു ജൂയിഷ് വംശജനായ അമേരിക്കൻ ഇവാഞ്ചലിക് സ്പീക്കറും ദ ലേറ്റ് ഗ്രേറ്റ് പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞ പ്രശസ്തമായ പുസ്തകം 1970 പ്രസിദ്ധീകരിച്ച ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് 40 ദിവസം ആഹാരമില്ലാതെ, ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റിയേക്കാം. 3 ദിവസത്തോളം ജലം ഇല്ലെങ്കിൽ പാനീയമില്ലാതെ കഴിയാൻ സാധിക്കും. 8 മിനിറ്റോളം, ഏകദേശം 8 മിനിറ്റോളം തന്നെ ശ്വാസം എടുക്കാതെ അല്ലെങ്കിൽ വായു ഇല്ലാതെയും ജീവിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഹോപ്പ് എന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്, പ്രത്യാശ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഹോപ്പ് അഥവാ പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ. ഹോപ്പ് ആൻഡ് ഹോപ്പ്ഫുൾനെസ്, രണ്ട് വാക്കുകളാണ് നമ്മൾ ഇന്നിവിടെ ഊന്നി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഹോപ്പ് ആൻഡ് ഹോപ്പ്ഫുൾനെസ്, ഇത് രണ്ടും നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ ദീപ മാഡം ഇവിടെ നമ്മുടെ റിവ്യൂ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു നമുക്കൊരു ലോട്ടറി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊരു ഹോപ്പാണ്. ഐ ഹോപ്പ് ഐ വിൻ എ ലോട്ടറി, അതൊരു ഹോപ്പാണ് അല്ലെ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എ വിഷ്, വെറും ഒരു വിഷ് ആയിട്ടുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, അജിത് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് അതിലെ സമ്മാനം തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സമ്മാനം ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത് ഒരു മിയർ വിഷിന്റെ സ്ഥാനം മാത്രമേ ആകുന്നുള്ളൂ. ഹോപ്പ്ഫുൾനെസ് എന്ന് പറയുന്നത് ബീങ് ഹോപ്പ്ഫുൾ എന്നാണ്. ബീങ് ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹാവിങ് എ ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലോട്ടറി എടുക്കുന്നു അല്ലെ, ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെളിയിൽ പോയിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ ലോട്ടറി ടിക്കറ്റ് മേടിക്കണം. അപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ട്. രണ്ട്, എബിലിറ്റി ടു സ്റ്റേ മോട്ടിവേറ്റഡ് ടു മീറ്റ് ദ ഗോൾ. നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾസ് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ മറ്റ് കർമ്മ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് അത് മനസ്സിനെ ഉത്തേജിപ്പിച്ച് നിർത്തുക. ഐ എം ഗോയിങ് ടു വിൻ ദിസ് ലോട്ടറി എന്ന് പറഞ്ഞിട്ട് മനസ്സിലേക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ കൊണ്ടുവരിക. ഏത് കാര്യമാണോ, ഏത് ലക്ഷ്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക്. ആൻഡ് ഹാവിംഗ് പാത്വേസ് ടു ഗെറ്റ് ദെയർ ഇറസ്പെക്റ്റീവ് ഓഫ് ഓബ്സ്റ്റക്കിൾസ്. തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ജീവിതത്തിൽ തടസ്സങ്ങളും വെല്ലുവിളികളും ഇല്ലാത്ത യാതൊരു അവസരവും ഇല്ല അല്ലെ. ഏതൊരു ചെറിയ കാര്യത്തിലായാലും വലിയ കാര്യത്തിലായിരുന്നാലും തടസ്സങ്ങളും വെല്ലുവിളികളും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എല്ലാം മറികടക്കാനുള്ള ഒരു മാർഗരേഖ, ഒരു ക്ലിയർ കട്ട് പാത്വേ നമ്മുടെ മുന്നിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹോപ്പ്ഫുൾനെസ്. അപ്പൊ ഹോപ്പ് ആൻഡ് ഹോപ്പ്ഫുൾനെസ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ബീങ് ഹോപ്പ്ഫുൾ എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഹോപ്പ് ഇസ് ദ ഓൺലി ബീ ദാറ്റ് മേക്സ് ഹണി വിതൗട്ട് ഫ്ലവേഴ്സ്. റോബർട്ട് ഗ്രീൻ ഇംഗർസോൾ, അദ്ദേഹം അമേരിക്കയിലെ ഇല്ലിനോയ്സ് സ്റ്റേറ്റിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു. മികച്ച ഒരു വാഗ്മിയും ഗ്രന്ഥകർത്താവുമായിരുന്നു. അദ്ദേഹം വളരെ രസകരമായിട്ടാണ് ഹോപ്പിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തേൻ ഉണ്ടാക്കുന്നതിന് പൂക്കൾ അത്യന്താപേക്ഷിതമാണ്. പൂക്കളില്ലാതെ തേനീച്ചയ്ക്ക് തേൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇംഗർസോൾ പ്രത്യാശയെ അല്ലെങ്കിൽ ഹോപ്പ് എന്ന തേനീച്ചയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൂക്കളില്ലാതെ തേൻ ഉണ്ടാക്കുന്ന തേനീച്ചയാണ് ഹോപ്പ് എന്നാണ്. വാസ്തവത്തിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക വന്ന് അല്ലെ. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വളരെ തളർന്ന് അവശനായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുമ്പോൾ പ്രത്യാശയുടെ തേൻ കണികൾ അല്ലെങ്കിൽ തേൻ മുത്തുകൾ നമ്മുടെ നെഞ്ചിലേക്ക് തിരിഞ്ഞ് ഇറങ്ങാറുണ്ട് അല്ലെ, പലപ്പോഴും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബഹുഭൂരിപക്ഷം ആൾക്കാരും പെട്ടെന്ന് പാനിക് അറ്റാക്ക് മാതിരി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഡിത്തങ്ങളിലേക്ക് എടുത്തു ചാടി ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നില്ലെങ്കിൽ നരകതുല്യമാക്കുന്നു തന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് ബോധപൂർവം വളർത്തിക്കൊണ്ട് വന്നാൽ ജീവിതം വളരെയധികം സുഗമമാകും, വളരെ ലളിതമാകും, അങ്ങേയറ്റം വിജയകരമാക്കി മാറ്റാനും കഴിയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഫൈൻഡിങ് ഹോപ്പ് ഇൻ ചലഞ്ചിങ് ടൈംസ്. പ്രത്യാശ ഇല്ലെങ്കിൽ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ, അത് ചലഞ്ചിങ് ടൈംസിൽ, ബുദ്ധിമുട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും, വിട്ടുപോകാതെ നിലനിർത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത്. റിസ്റ്റോറിംഗ് ഹോപ്പ്ഫുൾനെസ്. വി മസ്റ്റ് അക്സെപ്റ്റ് ഫിനൈറ്റ് ഡിസപ്പോയിന്റ്മെന്റ് ബട്ട് നെവർ ലൂസ് ഇൻഫിനൈറ്റ് ഹോപ്പ്. ഇത് പറഞ്ഞിരിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. അദ്ദേഹത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിത കഥയിൽ പഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ വളരെ പ്രമുഖനായ ഒരു പോരാളിയായിരുന്നു. അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അമേരിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരായിട്ടും തുല്യ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടും തൊഴിൽ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൈമുതലായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഹോപ്പ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും. ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം, ഇത് രണ്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. അപ്പൊ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആധികാരികമായിട്ട് പറയാൻ എല്ലാം കൊണ്ട് അവകാശപ്പെട്ട ആളാണ് മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വി മസ്റ്റ് അക്സെപ്റ്റ് ഫിനൈറ്റ് ഡിസപ്പോയിന്റ്മെന്റ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈരാശ്യം അല്ലെങ്കിൽ ഇച്ഛാഭംഗം അല്ലെ. ഇച്ഛാഭംഗം അല്ലെങ്കിൽ നൈരാശ്യം എന്ന് പറയുന്നത് പരിമിതമാണ്, അതിന് പരിധിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് അംഗീകരിക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തത്
ഇൻഫിനൈറ്റ് ഹോപ്പാണ്. ഹോപ്പ് എന്ന് പറയുന്നതിന് അപരിമേയമാണ്, അതിന് പരിമിതികളില്ല, പരിധിയില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഹോപ്പ് എന്ന് പറയുന്ന പിടിവള്ളിയിൽ തൂങ്ങി നിൽക്കുക തന്നെ വേണം. അതിൽ ഊഞ്ഞലാടിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഈ വാചകങ്ങളിലൂടെ നാം മനസ്സിലാക്കി. ഹോപ്പ്ലെസ്നെസ് ടു ഹോപ്പ്ഫുൾനെസ്. നമുക്കറിയാം ഹോപ്പ്ലെസ്നെസ്, ഒരു ഹോപ്പും ഇല്ലാതെ തകർന്ന് ആശയറ്റിരിക്കുന്ന ജീവിതം അല്ലെ. പലപ്പോഴും പലരും, നമ്മുടേത് ഉൾപ്പെടെ പലരും, നമ്മൾ പുറകിലോട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹോപ്പ്ലെസ്നെസ് ആയിട്ട്, അല്ലെങ്കിൽ യാതൊരു ഹോപ്പും ഇല്ലാതെ ആശയറ്റുള്ള ജീവിതം. അതിൽ നിന്നും നമുക്ക് എങ്ങനെ ഹോപ്പ്ഫുൾനെസ്സിലേക്ക്, ബീങ് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ്. Hope is a positive emotion and it is unique. Hope is activated by negativity. It requires something going wrong. No other positive emotions need that. Hope is the belief you have about a positive influence on the future and a desire to make that happen while facing adversity. ഡോക്ടർ ഡാൻ ടൊമാസ്ലോ, അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമോഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോസിറ്റീവ് വികാരമാണ്. പക്ഷേ അതൊരു അതുല്യമായിട്ടുള്ള ഒരു വികാരമാണ്. എന്തുകൊണ്ടാണ് അത് അതുല്യമാകുന്നത്? മറ്റ് പോസിറ്റീവ് വികാരങ്ങളെ അപേക്ഷിച്ച് അതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ സവിശേഷത എന്താണ്? ഹോപ്പ് ഈസ് ആക്ടിവേറ്റഡ് ബൈ നെഗറ്റിവിറ്റി. ഹോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അതെപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. അത് ആക്ടിവേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നൈരാശ്യം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നാം പ്രത്യാശയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എ പോസിറ്റീവ് ഇമോഷൻ ദാറ്റ് നീഡ്സ് എ നെഗറ്റീവ് ഇമോഷൻ ടു ബി ഇഗ്നൈറ്റഡ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി hope is the belief you have about a positive influence on the future and a desire to make that happen while facing adversity. പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ, അതിനെ നേരിടുന്ന വേളയിൽ തന്നെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം, ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഒരു നല്ല നാളെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ ആ ഒരു ആഗ്രഹത്തിലേക്കായിട്ട് നമ്മൾ നടന്നു നീങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കുള്ള സ്റ്റെപ്സ് എടുക്കുകയാണ് എന്നുള്ളതാണ് പ്രത്യാശ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഡോക്ടർ ഡാൻ പറഞ്ഞിരിക്കുന്നത്. Finding hope in challenging times. Mental toughness is the secret sauce pumping through the veins of people who overcame adversities. നമുക്കറിയാം, നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പ്രതിസന്ധികളെ ഭംഗിയായിട്ട് തരണം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുക? നമ്മൾ പറയും അവന്റെ മനക്കരുത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനം, ഈസ് എ ടഫ് ഗൈ എന്നും പറയാറുണ്ട് അല്ലെ. ഹോപ്പ് ഇസ് ദ കോർ എലിമെന്റ് ഓഫ് മെന്റൽ ടഫ്നെസ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് മെന്റൽ ടഫ്നെസ്, മനസ്സിന്റെ കരുത്ത് അല്ലെങ്കിൽ മനോബലം എന്ന് പറയുന്നതാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. ഇനി മെന്റൽ കരുത്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിന്റെ ദാർഢ്യം വേണമെങ്കിൽ, നിശ്ചയദാർഢ്യം വേണമെങ്കിൽ, തീർച്ചയായിട്ടും അതിന്റെ അടിയിലെ ഏറ്റവും അണ്ടർലൈനിങ് ഫാക്ടർ എന്ന് പറയുന്ന ഹോപ്പാണ്, പ്രത്യാശ. പ്രത്യാശ ഉള്ളിടത്ത് മാത്രമേ മനസ്സിന് ധൈര്യം കിട്ടൂ. പ്രത്യാശ അറ്റുപോയവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാൻ തന്നെ ആശയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിന് കരുത്ത് കിട്ടുക? നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം അല്ലെ. ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ എന്ന് പറയുന്ന എന്താണ് അതിക്രൂരമായിട്ടുള്ള ജീവിതത്തെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എടുത്തു ചാടുന്നത്. അത് വിഡിത്തമാണ്. പരമമായ മനുഷ്യ ജീവിതം കിട്ടിയിട്ട് തീർച്ചയായിട്ടും ആ ജീവിതത്തെ കയ്യിലൂടെ ഒഴുക്കി കളയുന്നത് അബദ്ധമാണ്. ഇതെല്ലാം പറ്റുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന് ദൗർബല്യം ഉള്ളതുകൊണ്ടാണ്, മനസ്സിന് ദാർഢ്യമില്ലാത്തതുകൊണ്ട്. തീർച്ചയായിട്ടും അഡ്വേഴ്സിറ്റീസ് ജയിക്കണമെങ്കിൽ മനസ്സിന് ദാർഢ്യം ഉണ്ടാകണം. ആ മനസ്സിന്റെ ദാർഢ്യം എന്ന് പറയുന്നതിന് ഏറ്റവും അത്യാവശ്യ ഘടകം എന്ന് പറയുന്ന ഹോപ്പ്, പ്രത്യാശ നമ്മിൽ ഉണ്ടാകണം. ഇനി ഈ പ്രതിസന്ധികളുടെ കാര്യത്തിൽ മനുഷ്യരെ 3 ഗണത്തിൽപ്പെടുത്താം. 1 മാർഷ്മെല്ലോ, 2 ജെല്ലി ബീൻ ആൻഡ് 3 റോക്ക്. ആദ്യത്തെ രണ്ടും, മാർഷ്മെല്ലോ ആൻഡ് ജെല്ലി ബീൻ എന്ന് പറയുന്നത് കാൻഡീസ് ആണ്, അതായത് ചോക്ലേറ്റ്സ് ആണ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ മാർഷ്മെല്ലോ ചോക്ലേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉള്ളിലും അകത്തും പുറത്തും അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. വായിലിട്ടാൽ അലിഞ്ഞങ്ങ് പോകും. നേരെ മറിച്ച് ജെല്ലി ബീൻ ആണെങ്കിൽ പുറമേ കരുത്ത് പോലെ തോന്നിക്കുമെങ്കിലും അകത്ത് വളരെ സോഫ്റ്റ് ആണ്. റോക്ക് ആ ഒരു പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ പാറക്കല്ല് പോലെ ഉറച്ച മനസ്സാണ് അല്ലെ. അപ്പോൾ മാർഷ്മെല്ലോ എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയുടെ മുന്നിലും ആകെപ്പാട് അതിന് എന്താണ് പ്രതിസന്ധി, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്ന് പോലും ചിന്തിക്കാൻ തയ്യാറാകാതെ തളർന്നിരുന്ന കരഞ്ഞ് നിലവിളിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ വിഡിത്തങ്ങളിലേക്കൊക്കെ എടുത്തു ചാടി ജീവിതത്തെ കൂടുതൽ തന്റെ ജീവിതത്തെ നശിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടുതൽ സങ്കടകരമാക്കുകയും ദുസ്സഹമാക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് മാർഷ്മെല്ലോ എന്ന് പറയുന്നത്. ജെല്ലി ബീൻ എന്ന് പറയുന്നത് ആദ്യം പ്രതിസന്ധിയൊക്കെ വരുമ്പോഴത്തേക്കും വളരെ ധൈര്യപൂർവ്വം നേരിടുന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയൊക്കെ മുന്നിൽ നിൽക്കും. പക്ഷെ കുറച്ചും കൂടെ ഡീപ്പിലേക്ക് ഇറങ്ങും തോറും തന്നെ ഇവരും മാടി തുടങ്ങാൻ തുടങ്ങും. അവർ പതുക്കെ മെല്ലെ അതിൽ നിന്നും പിന്മാറിയിട്ട് ഒരു നൈരാശ്യത്തിന്റെ ആഴക്കടലിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് ഇത്തരം ജെല്ലി ബീൻ. റോക്ക് എന്ന് പറയുന്നത് കം വാട്ട് മേ ഐ വിൽ ഫേസ് ഇറ്റ് ആൻഡ് ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു വിൻ എന്ന ഉറച്ച വിശ്വാസം മനസ്സിലുള്ളവരാണ്. എന്ത് പ്രതിസന്ധി ആയിരുന്നാലും ശരി, ഞാൻ ഇതിനെ അത് കടക്കും, അത് ജീവിച്ചിരിക്കും.
എനിക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താൻ പറ്റിയാലും ഇല്ലെങ്കിലും ഐ വിൽ ഡെഫിനറ്റ്ലി വിൻ ഓവർ, ഐ വിൽ വാക്ക് ഓവർ ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഉറച്ച വിശ്വാസം മനസ്സിലുള്ളവരാണ് ദ റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഇതിന് 3 മേളനങ്ങളുണ്ട്. അതായത് മാർഷ് മെല്ലോയിസം ഉണ്ട്, ജെല്ലി ബീനിസം ഉണ്ട്, ആൻഡ് റോക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പല അളവിലും ഇത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാർഷ് മെല്ലോയിൽ നിന്നും ജെല്ലി ബീനിലേക്കും, ജെല്ലി ബീനിൽ നിന്നും റോക്കിലേക്കും നമ്മുടെ മനസ്സിനെ മാറ്റുക. ഏത് അവസരത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് ഇതിനെല്ലാം നേരിടാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത, ഒരു പോസിറ്റീവ് വികാരത്തോടു കൂടി ജീവിതത്തെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം തീർച്ചയായിട്ടും വളരെയധികം ലളിതവും വളരെ ഭംഗിയുള്ളതും വളരെ മനോഹരമായിട്ടുള്ളതുമാക്കി മാറ്റാൻ സാധിക്കും. സ്റ്റെപ്സ് ടു പ്രാക്ടീസ് ഹോപ്പ്ഫുൾനെസ്. അപ്പൊ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹോപ്പ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്ന്, വെന്റിലേറ്റ് യുവർ ഫീലിങ്സ്. നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ, എല്ലാവരും തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പല അവസരത്തിൽ പല വേളകളിൽ അനുഭവിക്കാറുണ്ട് അല്ലെ. പക്ഷെ പലപ്പോഴും ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ എന്താ പറ്റുക പറഞ്ഞാൽ അവർ അതിൽ ആ ഫീലിങ്സ് അല്ലെങ്കിൽ ആ വികാരങ്ങൾ അല്ലെങ്കിൽ ആ വിഷമങ്ങൾ ആ പ്രതിസന്ധികളെല്ലാം തന്നെ അവരുടെ ഉള്ളിലേക്ക് അങ്ങ് ഒതുക്കുകയാണ്. തൊട്ടടുത്തുള്ള സ്വന്തം ബന്ധുക്കളോട് പോലും അവർ തുറന്നു പറയാറില്ല. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളാകാം, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ആകാം, ഇതെല്ലാം തന്നെ അവരുടെ ഉള്ളിലേക്ക് അങ്ങ് ഒതുക്കി ബോട്ടിലപ്പ് ആക്കുകയാണ്. ബോട്ടിലപ്പ് ആക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം പ്രഷർ, ഒരു കോയിലിനെ നമ്മൾ ഒരു 3 ഫീറ്റ് കോയിലിനെ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രസ്സിങ് ചെയ്യുന്ന എത്രത്തോളം പവർ കൊടുത്ത് താഴേക്ക് പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ആ പവർ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അത് മുകളിലേക്ക് എടുത്ത് ചാടാറുണ്ട് അല്ലെ. അതുപോലെയാണ് വെന്റിലേറ്റിംഗ് യുവർ ഫീലിങ്സ് ഇല്ലാതെ ഉള്ളിൽ അടക്കി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാകുകയും എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി മൊത്തത്തിൽ നഷ്ടമാവുകയും ചെയ്തു. നേരെ മറിച്ച് നമ്മുടെ ഉറ്റ ബന്ധുക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ എന്താണ് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിൽ പകുതി ദൂരം പിന്നിട്ടു എന്ന് തന്നെ പറയാം. രണ്ടാമത്, കൾട്ടിവേറ്റ് എ സെൻസ് ഓഫ് പർപ്പസ്. സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം അല്ലെ. നമ്മൾ ഓരോരുത്തരും നമ്മൾ പല വേഷങ്ങൾ ഒരു ദിവസം ഇല്ലെങ്കിൽ ജീവിതത്തിൽ കെട്ടിയാടുന്നവരാണ്. അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്. ഇങ്ങനെ പല റോളുകളിൽ നമ്മൾ ജീവിതത്തിൽ പല റോളുകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലെല്ലാം അപ്പൊ നമ്മൾ ഈ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരെല്ലാമാണ് ഉള്ളത്? നമ്മളെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? ജീവിതത്തിൽ കുടുംബത്തിലായിരുന്നാലും പുറമേക്കായിരുന്നാലും ഓഫീസിലായിരുന്നാലും എത്രയോ പേര് നമ്മളെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് അല്ലെ. അപ്പൊ അവരെല്ലാം ഞാൻ എന്റെ ഈ പ്രതിസന്ധി തരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കടുത്ത കൈ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സന്താപം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പ്രത്യാശ എന്ന് പറയുന്ന പിടിവള്ളിയിലേക്ക് തൂങ്ങിക്കയറാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടത് ഈ സെൻസ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ജീവിതത്തിലെ സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ബോധവാനാകുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് ഒന്ന് ആലോചിക്കുകയും ചെയ്യാൻ തയ്യാറാകുക. ലുക്ക് ഇൻ അൺഎക്സ്പെക്ടഡ് പ്ലേസസ്. ലുക്ക് ഇൻ അൺഎക്സ്പെക്ടഡ് പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുന്തം കളഞ്ഞാൽ കുടത്തിലും തപ്പണമെന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ മനസ്സ് മൗഢ്യമാകുന്ന വേളകളിൽ നമ്മൾ എന്താ ചെയ്യുക? ഒട്ടകപക്ഷിയുടെ രൂപത്തിൽ നമ്മൾ മണ്ണിലേക്ക് തല താഴ്ത്തിയിരിക്കുന്ന പോലെ നാം ഉള്ളിലേക്ക് അങ്ങ് വലിഞ്ഞു പോവുകയാണ്. പുറമേക്ക് പോകുന്നില്ല. വീട്ടിൽ കഥ അടച്ചിരിക്കുന്നവരുണ്ടാകാം, ഇല്ലെങ്കിൽ സകലപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ട് ഫോൺ പോലും എടുക്കാതെ വളരെ മൗനിയായിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ടാകാം. വീട്ടിലുള്ളവരോട് പോലും ഒന്നും സംസാരിക്കാതിരിക്കുന്നുണ്ടാകാം. അങ്ങനെയല്ല വേണ്ടത്. നേരെ മറിച്ച് നമുക്ക് ചുറ്റും കണ്ണു തുറന്ന് നോക്കുക. സമൂഹത്തിലേക്ക് ചുറ്റും കണ്ണു തുറന്ന് നോക്കുക. നമ്മളെക്കാൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, നമ്മളെക്കാൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികമായും മാനസികമായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കോടിക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുപോലെ തന്നെ നന്മകൾ നമുക്ക് ലോകത്തിൽ ചുറ്റും നടക്കുന്നതായിട്ട് കാണാം. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ മീഡിയ എന്ന് പറയുന്നത് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ട് ജനങ്ങളെ എങ്ങനെ ഇളക്കാൻ പറ്റും, സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ, അതായത് കൂടുതൽ ക്രൗര്യം നിറഞ്ഞു നിൽക്കുന്ന, വേദന നിറഞ്ഞു നിൽക്കുന്ന കഥകളും സംഭവങ്ങളുമാണ് പേപ്പറുകളിലും ന്യൂസിലും എല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെ. നേരെ മറിച്ച് നമ്മൾ ചുറ്റും കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊരു ബസ് പിടിച്ചിട്ട് ഒരു യാത്ര ചെയ്യുക. ചുറ്റും ജനലിനടുത്തിരുന്നു കൊണ്ട് രണ്ട് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പുറകിലേക്ക് ഓടി നീങ്ങുന്ന പ്രകൃതിയുടെ മനോഹരിത കാണുക. ആൾക്കാരുടെ സംഭാഷണം ശ്രദ്ധിക്കുക. അവർ തമ്മിൽ പങ്കിടുന്ന സന്തോഷങ്ങൾ വാച്ച് ചെയ്യുക. കർമ്മസല്ലാപങ്ങളിൽ അവർ ഏർപ്പെടുകയും അതിൽ ഉള്ളു തുറന്ന് ചിരിക്കുന്നത് നമ്മൾ കാണുക. അതുപോലെ തന്നെ കഥയും കവിതയും, വായന ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കഥയും കവിതയും എല്ലാം വായിക്കുക. അതിൽ ആഴ്ന്നിറങ്ങിയിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യാശയുടെ വെള്ളിരേഖകൾ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ ലുക്ക് ഇൻ അൺഎക്സ്പെക്ടഡ് പ്ലേസസ് എന്ന് പറയുന്ന ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ടാണ്, ഈ ഒരു സ്വഭാവം കൾട്ടിവേറ്റ് ചെയ്യുക. നാലാമത്തത്, ഹോപ്പ് റീഇൻഫോഴ്സിംഗ് അഫർമേഷൻസ്. അഫർമേഷൻസിനെ കുറിച്ച് മൈൻഡ് പ്ലസ് വിദ്യാർത്ഥികളായ നമുക്ക് ആർക്കും ഇനിയും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ആവർത്തിച്ചിട്ടുള്ള ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ. ഐ എം ഫുൾ ഓഫ് ഹോപ്പ്, മൈ സോൾ ആൻഡ് ഹാർട്ട് ഇസ് ഫിൽഡ് വിത്ത് ഹോപ്പ്, ഐ എം കോൺഫിഡന്റ് ദാറ്റ് ഐ വിൽ ഓവർകം ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ ത്രൂ ഹോപ്പ് ആൻഡ് ഹോപ്പ് ഇസ് മൈ കമ്പാനിയൻ. ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായി തോന്നുന്ന
അഫർമേഷൻസ്, ഹോപ്പിനെ കുറിച്ചുള്ള അഫർമേഷൻസ് വാചകങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക മനസ്സിലേക്ക്, പോസിറ്റീവായിട്ടുള്ള, എസ്പെഷ്യലി ഇത്തരം സന്ദർഭങ്ങളിൽ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിന്റെ മൗഢ്യത്തെ മാറ്റിയെടുക്കാനായിട്ട് ഇത് വളരെയധികം പ്രയോജനപ്പെടും. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. വീണ്ടും അഫർമേഷൻസ് പോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യവും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. നമ്മൾ എപ്പോഴും ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മൾ പുറകിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് അറിയാവുന്നവരും അറിഞ്ഞുകൂടാത്തവരുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ പലപ്പോഴും ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. നമ്മളും അതുപോലെ പല അവസരങ്ങളും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഓർത്തിട്ട് അതെല്ലാം ഒന്നൊന്നായി റിക്കളക്ട് ചെയ്യുക. അപ്പൊ ആ കിട്ടിയ സൗഭാഗ്യങ്ങളിൽ നമ്മൾ ആനന്ദിക്കുക. ആ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഹൃദയം നിറഞ്ഞ കൃതജ്ഞത പ്രകടിപ്പിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ശീലം മനസ്സിൽ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് വേഗം തന്നെ പ്രതിസന്ധി ഒരു ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ പോലും മനസ്സിനെ മൗഢ്യത്തിലാക്കാതെ പിടിച്ചു മാറ്റി നിർത്താനായിട്ട് സാധിക്കും. പ്രാക്ടീസ് 4-7-8 ബ്രീത്തിങ് ടെക്നിക്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്. അതായത് ഡോക്ടർ ആൻഡ്രൂ വെൽ എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലെ ഒരു ഡോക്ടറാണ്. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. അതായത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള അവസരങ്ങളിൽ ഈ 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് ഇല്ലെങ്കിൽ എന്താ പറയാ മാനസിക ക്ലേശത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. 4-7-8 ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക്. ഡോക്ടർ ലാലിയെ പോലുള്ളവർക്ക് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് വളരെ സയന്റിഫിക് ആയിട്ട് മെഡിക്കൽ ടേംസിൽ പറഞ്ഞു തരാൻ പറ്റും. അതിൽ പാരാസിമ്പത്തറ്റിക് എന്താണ് നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന മോഡ്. അതായത് നമുക്ക് റെസ്റ്റ് ചെയ്യാനും അതിനെ ഡൈജസ്റ്റ് ചെയ്യാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാനസിക അവസ്ഥ കൊണ്ടുവരുന്നതിനാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുക? നമ്മൾ ആകെപ്പാടെ ചിന്താക്കുഴപ്പത്തിലാകുന്നു. എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. മനസ്സാകെ കലുഷിതമാകുന്നു. കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല സാധാരണ പ്രാചീന കാലം മുതൽ മനുഷ്യൻ അവലംബിച്ചിരുന്ന രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. അപ്പൊ ഈ രണ്ടും എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യനെ കൂടുതൽ കലുഷിതമാക്കുകയാണ്. അതിൽ നിന്നും പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് വരിക, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലേക്ക് വരുന്നതിന് ഈ 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുക. 4-7-8 ബ്രീത്തിങ് ടെക്നിക്കിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ നാവ് മുകളിലത്തെ പല്ലിന്റെ മുകൾ ഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് നാവിന് ചുറ്റുമുള്ള വായുവിനെ വായ തുറന്ന് പുറത്തേക്ക് കളയുക. മൂന്നാമത് വായ അടച്ചുകൊണ്ട് മൂക്കിലൂടെ 4 എന്ന കൗണ്ട്, വെൻ യു കൗണ്ട് അപ് ടു 4 യു ഹാവ് ടു ഇൻഹെയിൽ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4. എന്നിട്ട് അപ് ടു 7 കൗണ്ട് ചെയ്യുക. 1 to 7 കൗണ്ട് ചെയ്യുന്ന വേളയിൽ ശ്വാസം ഉള്ളിൽ അടക്കി പിടിച്ച് നിർത്തുക. എന്നിട്ട് 8 വരെ എണ്ണുന്ന വേളയിൽ പതുക്കെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു ഊഷ് എന്നുള്ള ഒരു സൗണ്ടോട് കൂടി പുറത്തേക്ക് വിടുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കലുഷിതമായ അവസ്ഥയ്ക്ക് കാം ഡൗൺ ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാകുകയും ഇത് വളരെയധികം നമ്മുടെ എന്താ പറയാ നമുക്ക് ആ ചിന്താശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക് സഹായിക്കുമെന്നാണ് ഡോക്ടർ ആൻഡ്രൂ വെൽ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയതും ഇത് അനേകം ആയിരക്കണക്കിന് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ദിവസം തന്നെ നമുക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് മിനിമം 4 പ്രാവശ്യം അല്ലെങ്കിൽ മിനിമം 4-8 പ്രാവശ്യങ്ങൾ ഇത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ബ്രീത്തിങ്, എസ്പെഷ്യലി വെൻ വി ആർ ഇൻ ട്രബിൾ, വെൻ വി ആർ ഇൻ എന്താണ് നൈരാശ്യത്തിന്റെയും ഇച്ഛാഭംഗത്തിന്റെയും പിടിയിൽ അമരുന്ന വേളകളിൽ ഈ ഒരു ബ്രീത്തിങ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ 6 മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വി ക്യാൻ പ്രാക്ടീസ് സോഫ്റ്റ്നെസ്. കൂടാതെ നമുക്ക് ഈ മൈൻഡ് പ്ലസിൽ നമ്മൾ പഠിച്ച പല തീമുകൾ ഇപ്പൊ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നേരത്തെ നസീർ പട്ടാരി ഉറമ്പിൽ സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വന്നത് അല്ലെ. സെൽഫ് സാബോറ്റേജ്, ബോൺ ടു വിൻ, പിന്നെ എന്താണ് ടൈംലി ആക്ഷൻ, അജിത് സാർ പറഞ്ഞത് സ്റ്റാർട്ട് വിത്ത് ദ വൈ. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീമുകൾ ഓരോന്നും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള നല്ല അംശങ്ങളെല്ലാം സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ എംബ്രേസ് നേച്ചറിലേക്ക് ഇറങ്ങി നടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയെ ആസ്വദിച്ച് ഒന്ന് ഈ പറയുന്ന പ്രതിസന്ധിയിൽ തളർന്നിരിക്കുന്നതിന് പകരം പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുക. പ്രകൃതിയുടെ പച്ചപ്പ്, കിളികളുടെയും മറ്റും ജീവികളുടെ എല്ലാം ആ സന്തോഷകരമായുള്ള തുള്ളിച്ചാട്ടങ്ങളും അവരുടെ കളകൂജനങ്ങളും എല്ലാം കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാർനസ് ഫെയ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപരിയായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു അല്ലെ. അപ്പൊ ആ ശക്തിയിൽ നമ്മൾ വിശ്വാസം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക. ആ ശക്തി തീർച്ചയായിട്ടും എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്നും അതിജീവിപ്പിക്കും, എന്നെ കൈപിടിച്ചുയർത്തും എന്നുള്ള ഉറപ്പായ വിശ്വാസം. അതുപോലെ തന്നെ ഒരു റാൻഡം കൈൻഡ് ഓഫ് കൈൻഡ്നസ് ആക്ഷൻ എടുക്കുക. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓർഫനേജിൽ പോകാം. അവിടെ നമുക്ക് എന്തെങ്കിലും സേവ ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന വിധം പണം, ധനപരമായിട്ടോ വസ്ത്രങ്ങളായിട്ടോ ഒക്കെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് അല്ല, ഒരു റാൻഡം കൈൻഡ് ഓഫ്
എന്താണ് കൈൻഡ്നസ് ആക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ കൈൻഡ്നസിന്റെ വാതിലുകൾ തുറക്കുകയാണ്. കലുഷിതമായിട്ടുള്ള ഭാവം മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇന്നർ ഇന്നർ സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അദൃശ്യ ശക്തിയിൽ നമ്മൾ വിശ്വാസം ഊട്ടിയുറപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആത്മാന്വേഷണ പാതയിലേക്ക് പതുക്കെ തിരിയാൻ തുടങ്ങും. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഇത്തരത്തിലുള്ള ചലഞ്ചസ് എനിക്ക് മാത്രം വരുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പം ദർ ഇസ് റീസൺ ബിഹൈൻഡ് ദാറ്റ് അല്ലെ. എല്ലാത്തിന്റെയും ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസണെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ആത്മാന്വേഷണമാകും. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ ജേർണി വിത്തിൽ പറയുന്ന ഹു ആം ഐ, വൈ ദീസ് ഡിഫിക്കൽട്ടീസ് ആർ കമ്മിങ് ടു മീ. അപ്പൊ തീർച്ചയായിട്ടും എന്നെ പോളിഷ് ചെയ്തെടുക്കാൻ, എന്നെ സ്വാംശീകരിച്ച് ഇല്ലെങ്കിൽ എന്നിലെ എന്താണ് ഒരു 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 ശില്പി ഒരു കല്ലിനെ കൊത്തിയെടുത്തിട്ട് ഒരു നല്ലൊരു പ്രതിമ ഉണ്ടാക്കുന്നത് മാതിരി എന്നെ സ്ഫുടം ചെയ്തെടുക്കാനായിട്ടായിരിക്കാം ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രത്യാശ എന്ന് പറയുന്ന ഈ എന്താണ് പിടിവള്ളിയിലൂടെ നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. So let us move to meditation.